ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം, അതായത് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റണ 3 ഫുഡിങ്ങിൻ്റെ വിഭവങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ 10 മിനിറ്റ് കൊണ്ട് ഈ 3 വിഭവങ്ങളും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഫുഡിങ്ങാണിത്. അപ്പോൾ ഞാൻ മുട്ട ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പഞ്ചസാരൻ്റെ കരിച്ചുകാണ്ട് കാരമിൽ ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കറുപ്പിക്കണവർക്ക് കറുപ്പിക്കുക. അതാ ഇത് പിന്നെ മഞ്ഞ കളറ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കുക. അത് കുറച്ചും കൂടി ഡാർക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കുക. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക, ഏത് കളറാണ് വേണ്ടി വെച്ചാൽ. അപ്പോൾ ഒന്ന് ഞാൻ നല്ലൊരു ഗോൾഡൻ കളറിലാണ് ആക്കിയത്. അപ്പോൾ മറ്റേത് അങ്ങനെ തന്നെ ആക്കണം എന്ന് വിചാരിച്ചപ്പോഴത്തേന് അത് കരിഞ്ഞു പോയിട്ടാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് മുട്ട ഫുഡിക്കും വേണ്ടിയിട്ട് 1 ലിറ്റർ പാല് കാച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്ററിന് പാലിന്, അതായത് 2.5 ഗ്ലാസ് പാലുകൊണ്ടാണ് ഒരു ഫുഡിങ് ഉണ്ടാക്കുക. അപ്പോൾ 2.5 ഗ്ലാസ് പാലിന് ഞാൻ 5 മുട്ട എടുക്കണോടത്ത് ഞാൻ 4 മുട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 1 ഗ്ലാസ്സിന് 2 ടീസ്പൂൺ പാൽപ്പൊടി വെച്ചിട്ട് ഞാൻ 5 ഗ്ലാസ്സിന് 10 ടീസ്പൂണ് പാൽപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മുട്ട ആദ്യം തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 4 മുട്ടയും അതിലേക്ക് 2 കൂടിയുള്ള പഞ്ചസാരയും കൂടി ചേർത്തുകൊണ്ടാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ മധുരം നിങ്ങൾക്ക് എത്ര വേണ്ടിച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇതിലൊരു 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1 ലിറ്റർ ഫുഡിങ്ങൊക്കെ ഉള്ളതാണ്. അത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 5 ഗ്ലാസ് പാല് നിങ്ങൾ ഒരു ഗ്ലാസ്സിന് 2 മുട്ട എന്ന പ്രകാരം 1/2 ലിറ്റർ പാലിന് 5 മുട്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പാൽപ്പൊടി നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് വെള്ളം ഇങ്ങനെ വിട്ടുകൊണ്ട് വരും. അപ്പോൾ ഈ പാല് നമ്മൾ കുറുക്കിയെടുക്കുന്നതിന് ബദലാണ് ഈ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾ 1/2 ലിറ്ററിന് 5 മുട്ട ചേർക്കണമെന്നുണ്ടെങ്കിൽ 1/2 ലിറ്ററിന് 5 സ്പൂൺ പാൽപ്പൊടിക്ക് പകരം ഒരു 3 സ്പൂൺ പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് മിക്സ് ചെയ്തുകൊണ്ട് ഒന്നായിട്ടിപ്പോൾ ഒന്നേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8 മുട്ടയാണ് 1 ലിറ്റർ പാലൊക്കെ എടുത്തിട്ടുള്ളത്. പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അത് 2 ഒരേ ഈക്വലായിട്ട് മാറ്റി വെച്ചേക്കുക. അപ്പോൾ 2.5 ഗ്ലാസ് പാലും നമ്മൾ മുട്ടയും കൂടി ചേർത്ത് അടിക്കുമ്പോൾ 3, 3.25, 3.5 അടുത്തുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ കറക്റ്റ് അളവിലാക്കിയാണ്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രേക്ക് ഒരു ഫുഡിങ് ഉണ്ടാക്കാൻ 1/2 ലിറ്റർ പാലും അതിലേക്കുള്ള 4 മുട്ടയും ഒക്കെ കൂടി ചേർന്നാൽ നല്ല മിക്സ്ഡ് ആവും. അപ്പോൾ കുക്കറിൽ ഇങ്ങനെ ഒരു തട്ട് വെച്ച് ഞാൻ അതിൻ്റെ മേലെ ഒരു മൂടി വെച്ചുകൊണ്ട് പിന്നെ അതേപോലത്തെ ഒരു തട്ടും കൂടി വെച്ചു. അതാണ് ഞാൻ പറഞ്ഞത് നല്ല കരിഞ്ഞു പോയിന്ന്. അത് നമ്മൾ ഫുഡിങ് കൊട്ടുമ്പോഴും അതിൻ്റെ ഒരു വൃത്തിയേട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് 3 വിസിലടിച്ചോട്ടെ. അപ്പോഴേക്ക് നമുക്ക് പൂള ഫുഡിങ് ഉണ്ടാക്കാനുള്ള പാലും, ഇത് പാല് 1.25 ലിറ്റർ പാലുണ്ട്. അപ്പോൾ അത് കാച്ച് എടുക്കുകയാണ്, അതിലേക്കുള്ള പഞ്ചസാര ഇട്ട്. അപ്പോൾ ഞാൻ ഗ്ലാസ് ഫുഡിങ് എന്നാൽ വേറൊരു മോഡലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനേക്കുള്ള ചൈന ഗ്രാസ് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഉരുകി വന്നോട്ടെ, ചെറിയ തീയിലിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഈ പൂള ഫുഡിങ്ങൊക്കെയുള്ള ഇത് നന്നായിട്ട് നമ്മൾ വിരകി എടുക്കുക കേട്ടോ. അപ്പോൾ അതെന്താ, നമ്മളെ കുക്കർ 3 വിസിലടിച്ച് കഴിഞ്ഞു, ഇനി ഓഫ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ചൂടാറിയതിൻ്റെ ശേഷം മാത്രം തുറന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ഫുഡിങ്ങും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ട്രേക്ക് എനിക്ക് കഷ്ടി ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചും കൂടിയൊക്കെ ആവാമായിരുന്നു. അപ്പോൾ അതിന് പാല് കുറച്ച് കുറവായിപ്പോയി. പിന്നെ ഫീസറിന് ഒന്നുകൂടി തണുപ്പ് മാറ്റിയിട്ട് വേണമായിരുന്നു. പിന്നെ ഞാൻ ഈ ചൈന ഗ്രാസ് നന്നായിട്ട് ഉരുക്കിയത് 3 ഗ്ലാസ്സിലായിട്ട് നല്ല തിക്കായിട്ട് വെച്ചത് 3 ഗ്ലാസ്സിലായിട്ട് പാർട്ടീഷൻ ചെയ്ത് വെച്ചു. അപ്പോൾ 1 ഗ്ലാസ്സത്തെ ചൈന ഗ്രാസ് എടുത്തു, അതിലേക്ക് 2.5 ഗ്ലാസ് ഇളനീർ വെള്ളം കൂടി ഇട്ട് കണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യിച്ചാൽ അടുപ്പത്ത് വെച്ച് കണ്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന അളവ് പഞ്ചസാര നിങ്ങൾ ഇടണമെന്നില്ല. കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മധുരത്തിൻ്റെ അളവ് കുറയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഞാൻ 2 പാത്രത്തിലാക്കി മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ഒന്ന് ഉറ്റിച്ചിട്ട് അത് തണുത്തതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തണുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത് കട്ടായി വരുന്നുണ്ടോ, നിങ്ങളെ അളവ് കറക്റ്റാണോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ 2ാമത്തെ ലെയർ ചെയ്യുകയാണ്. അപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ വെച്ചാൽ തേങ്ങ അരച്ച പോലത്തെ നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഇത് ഞാനൊരു
4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് 2.5 ഗ്ലാസിൻ്റെ ആവശ്യമേ ഉള്ളൂ. 2.5 ഗ്ലാസിൻ്റെ ആവശ്യമില്ല. നമ്മൾ അതിലേക്ക് ഇളനീൻ്റെ കാമ്പ് ഇടുന്നുണ്ട്. കാമ്പ് ഇടുന്ന സമയത്താണെങ്കിൽ നമുക്ക് 2 ഗ്ലാസിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാമ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ 2.5 ഗ്ലാസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്കുള്ള 1 ഗ്ലാസ് ചൈന ഗ്രാസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഇളനീൻ്റെ കാമ്പാണ്. അപ്പോൾ ആ കാമ്പും കൂടി ഇട്ടുകാണ്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതൊക്കെ ഈ സമയത്തൊക്കെ നമ്മൾ അടുപ്പ് കത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ ഫുഡിങ് പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് വേണ്ട. ഞാൻ വെറും 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് മാത്രമേ ഒഴിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ മിൽക്ക് മെയ്ഡ് കൂടുതൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാരൻ്റെ അളവ് കുറക്കണം. അപ്പോൾ നമ്മളെ മുട്ട ഫുഡിങ് ഇതാ റെഡി ആയിട്ടുണ്ട്. മുട്ട ഫുഡിങ്ങൊക്കെ തിന്നിട്ട് കുറേ കാലമായിട്ട്. അപ്പോൾ ഈ പലവിധം ഫുഡിങ് ഉണ്ടായ കാരണം നമ്മൾ മുട്ട ഫുഡിങ് ഉണ്ടാക്കലേ ഇല്ല എന്ന് പറയാം. എനിക്ക് എന്ത് ഫുഡിങ് ഉണ്ടെങ്കിലും മുട്ട ഫുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഒരു ഫുഡിങ്ങിനും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ 2 തട്ടിൽ വെക്കുകയാകുമ്പോൾ ഇതിൻ്റെ മേലത്തെ മൂടിമേൽ വെള്ളം നിൽക്കും. അപ്പോൾ ആ വെള്ളം ഒരിക്കലും നമ്മളെ ഫുഡിങ്ങൊക്കെ ആവാതെ വേണം നിങ്ങൾ എടുക്കാൻ. അപ്പോൾ ഫുഡിങ് ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ 2 ബൗളിൽ ഒഴിച്ചത് ഞാനൊരു ചതുരത്തിലുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടു. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒഴിക്കാൻ മാത്രം ഉണ്ടാവില്ല എന്നുള്ള നിലക്കാണ് ഞാൻ 2 ചെറിയ ഗ്ലാസിൻ്റെത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് അങ്ങനെ 2 ഇതിലാക്കി സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് പറ്റുണ്ട് ഉറച്ചിൻ്റെ ശേഷമല്ല നമ്മളിതിൻ്റെ മേലെ 2ാമത്തെ ലെയർ ഒഴിച്ച് കൊടുക്കുന്നത്. ജെല്ലി പോലെ ഇങ്ങനെ ഇളകിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയത് നല്ല ചൂടോടെ ഒഴിക്കരുത്. മാക്സിമം ഒരു ചൂട് കഴിഞ്ഞതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ അതും സെറ്റായതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ലെയർ ഉണ്ടല്ലോ, ഇളനീൻ്റെ വെള്ളവും ചൈന ഗ്രാസും കൂടി, അതേപോലെ ഒരു ലെയർ ഉണ്ടാക്കിയിട്ട് ഈ ഇളനീൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് 3 ലെയറായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ 2 ലെയറിലും കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അടിയത്തെ ലെയറിൽ ഒരു കളറ്, മേലത്തെ ലെയറിൽ ഇളനീന്, അതിൻ്റെ മേലത്തെ ലെയറിൽ ഒരു കളറിൽ ചേർത്തുകാണ്ട് അങ്ങനെയും വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഉറക്കാൻ വേണ്ടി നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ചോറ് തിന്നുകാണ്ട് വരാമെന്ന് വിചാരിച്ച് ചോറിന്ന് വന്നപ്പോഴത്തേന് ജസ്റ്റ് ഉറച്ച് കഴിഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ മേലെ ഉറുമാമ്പായത്തിൻ്റെ കുരുട്ടുകാണ്ട് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്ര ആവാത്തിൻ്റെ മുമ്പ് നമ്മൾ ഇട്ട് കൊടുക്കണമായിരുന്നു. നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അഥവാ നല്ല ചൂടാറിൻ്റെ ശേഷമാണെങ്കിൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യായിരുന്നു. അപ്പോൾ ഉറുമാമ്പഴത്തിൻ്റെ കുരുവാണ് ഞാൻ അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കമൻറ്റ് ചെയ്തണം കേട്ടോ. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തണം. പിന്നെ എന്തെങ്കിലും എന്നോട് ചോദിക്കാണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൂടെ ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് ഒരു ദിവസം വരുന്നതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.